ഹായ് ഫ്രണ്ട്സ്, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്ന പോലെ റാഫ് ടോക്ക് എന്നുള്ള നമ്മുടെ മെയിൻ ചാനലിൽ പ്രധാനമായും നമ്മൾ വാർത്തകളാണ് ചെയ്യുന്നത്. ഫുട്ബോൾ ലോകത്ത് വരുന്ന വാർത്തകൾ അപ്പോഴപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള അനാലിസിസ് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലാണ്. വേൾഡ് കപ്പിൻ്റെ സമയത്ത് നിങ്ങൾ തന്ന പിന്തുണ വളരെ വലുതാണ്. ഷിയാബ് സാറുമൊത്ത് നമ്മൾ എല്ലാ കളികളും വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്യുകയുണ്ടായി. ഇത്തവണ പ്രീമിയർ ലീഗിനും എല്ലാ ലീഗക്കുമൊക്കെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഷിയാബ് സാർ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് എക്സ്പേർട്ടുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമ്മുടെ TFNBയിലെ ദി ഫുട്ട് ആൻഡ് ബോളിലെ ഹബീബ് അഷ്റഫുമായി ചേർന്ന് പോഡ്കാസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റ് വിത്ത് TFNB എന്ന വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ വേഴ്സസ് ബ്രസീൽ മത്സരത്തിൻ്റെ പ്രിവ്യൂ നമ്മളതിൽ ചർച്ച ചെയ്യുകയുണ്ടായി. പ്രിയ സുഹൃത്തുക്കൾ കൂടുതലായിട്ട് ആ കാര്യം സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഏതായാലും ഇപ്പം സീസൺ തുടങ്ങുന്നത് വരെ കാര്യങ്ങളുടെ വിശകലനങ്ങൾ നമ്മളിവിടെ ചെയ്യും. അത് കഴിഞ്ഞ് ഷിയാബ് സാറുമൊത്ത് വിശദമായിട്ട് തന്നെ പ്രീമിയർ ലീഗും മറ്റുമൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. സോ പ്രീമിയർ ലീഗിൽ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? വലിയ രൂപത്തിൽ മാനേജർമാർ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായി മാറി. കഴിഞ്ഞ തവണ നമുക്കറിയാം, കിരീടം ചൂടി ആർട്ടിറ്റയുടെ ആഴ്സണൽ ഒടുവിൽ നേടി. പക്ഷേ എല്ലാ തവണയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ള സിറ്റിയിൽ നിന്ന് പോയി പെപ് ഗാർഡിയോള മാറി. ഇത് എൻസോ മാരേസ്ക അവിടെ കോച്ചാവുന്നു. ചെൽസിയുടെ കോച്ചായിട്ട് സാബി അലോൺസോ വരുന്നു. ലിവർപൂളിന് പുതിയ കോച്ച് വരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ കോച്ചുമാരുടെ ഒരു മാറ്റം കാണുന്ന സീസണാണിത്. ഇത്തവണത്തെ മാനേജർമാരുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കളികൾ നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കണം ഒന്ന് പരിശോധിക്കുകയാണ്. കളികൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 22 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ചാമ്പ്യന്മാരായ ആഴ്സണലും കവൻട്രിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ്. തൊട്ടു പിന്നാലെ അടുത്ത ദിവസം വൈകിട്ട് 5 മണിക്ക് ഹൾ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഏറ്റുമുട്ടുന്നുണ്ട്. അന്ന് 7:30 ഒരു പിടി മത്സരങ്ങളിൽ ഇപ്സ്വിച്ച് ടൗൺ വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്തു വന്നതാണ്. അവരും സണ്ടർലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു. എവേർട്ടനും ക്രിസ്റ്റൽ പാലസും തമ്മിലുള്ള കളി അതേ സമയത്തുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലീഡ്സും തമ്മിലുള്ള കളി അതേ സമയത്ത് തന്നെയുണ്ട്. പിന്നെ അന്ന് രാത്രി 10 മണിക്ക് ബ്രെൻഫോർഡും സ്പേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അടുത്ത ദിവസം വൈകിട്ട് 6:30 മാഞ്ചസ്റ്റർ സിറ്റിയും ബേൺമൗത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ബ്രൈറ്റണും ആസ്റ്റൺ വില്ലയും തമ്മിൽ അതേ സമയത്ത് തന്നെ ഏറ്റുമുട്ടുന്നു. ഓഗസ്റ്റ് 23 രാത്രി 9 മണിക്ക് ന്യൂ കാസിൽ യുണൈറ്റഡും ലിവർപൂളും തമ്മിലുള്ള കളി. അന്ന് രാത്രി തൊട്ടടുത്ത ദിവസം രാത്രി 12:30 ഫുൾഹാമും ചെൽസിയും തമ്മിൽ കളിക്കുന്നു. ഇതാണ് മാച്ച് ഡേ 1 കളികൾ. അപ്പോൾ ഈ കളി കാണും മുമ്പ്, ഈ കളി ആരംഭിക്കും മുമ്പ്, ഇപ്പോൾ റൂളിൽ കുറേ മാറ്റങ്ങളുണ്ട്. നമ്മൾ റാഫ് ടോക്സിൽ വീഡിയോ ചെയ്തിരുന്നു. ഇനി മാനേജർമാരിലുണ്ടാകുന്ന മാറ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ജോബ് സെക്യൂരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫുട്ബോൾ കോച്ച് ആവുക എന്നുള്ളത് ഒട്ടും സേഫ് അല്ലാത്ത ജോബാണ് എന്നൊരു തമാശ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അത് കൃത്യമായിട്ട് കാണുകയാണ് നമ്മളിവിടെ. നിങ്ങൾക്കറിയില്ലേ, കഴിഞ്ഞ സീസണിൽ ആർട്ടിറ്റയാണ് കിരീടം ചൂടിയതെങ്കിൽ അതിൻ്റെ മുമ്പത്തെ സീസണിൽ ആരാ കിരീടം ചൂടിയത്? ലിവർപൂളിൻ്റെ പുതിയ കോച്ചായിട്ട് അന്നെത്തിയ ആർനെ സ്ലോട്ടാണ്. അത് കഴിഞ്ഞ് 12 മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ പ്രശ്നം. മോഡേൺ ഫുട്ബോൾ അങ്ങനെയാണ്. റിസൾട്ട് നിരന്തരം വന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നോക്കുക, പോയ സീസണിൽ കളിച്ച 17 ക്ലബ്ബുകൾ ഇത്തവണ പ്രീമിയർ ലീഗിൽ വീണ്ടും കളിക്കാൻ വേണ്ടി എത്തുന്നു. ബാക്കി ടീമുകൾ പ്രൊമോട്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഈ 17 ക്ലബ്ബുകൾ പോയ സീസണിൽ നിന്ന് വീണ്ടും ഈ സീസണിലേക്ക് എത്തുന്ന 17 ക്ലബ്ബുകളിൽ 7 ക്ലബ്ബുകൾ ഓൾറെഡി അവരുടെ മാനേജർമാരെ മാറ്റിയിട്ടുണ്ട്, ഹെഡ് കോച്ചുമാരെ മാറ്റിയിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡും ഹെഡ് കോച്ചിനെ മാറ്റുന്നു. അതായത് എഡിഹാവ് പുറത്തു പോയി കഴിഞ്ഞു. പകരം ആര് എന്നുള്ളതാണ് ചോദ്യം. അത് മാത്യസ് ജെയ്സിലായിരിക്കും എന്നാണ് എല്ലാ സൂചനകളും. ഒഫീഷ്യൽ കൺഫർമേഷൻ വരാത്തതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്താത്തത്. ഇനി വേണ്ട, അദ്ദേഹം കൂടി ഉണ്ടെന്ന് കരുതിക്കോ. അപ്പോൾ 8 ടീമുകൾ പോയ സീസണിൽ നിന്ന് ഈ തവണത്തേക്ക് വീണ്ടും വരുന്ന ക്ലബ്ബുകളിൽ 8 ക്ലബ്ബുകൾ അവരുടെ കോച്ചിനെ മാറ്റിയിട്ടാണ് വരുന്നത്. വേണ്ട, ഒരു ടീം കൂടി ഇപ്പം പ്രൊമോട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ടീം, അവിടെ ഇപ്സ്വിച്ച് ടൗണിൻ്റെ കാര്യം നോക്കുക. ഗാരി ഒനീൽ കോച്ച് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു കിഴൻ മെക്കന്നയിൽ നിന്ന്. അപ്പോൾ അതുകൂടി നമ്മൾ ചേർക്കണം. ചുരുക്കി പറഞ്ഞാൽ
ഏതാണ്ടൊരു പകുതി ടീമുകൾ 9 ടീമുകളോളം, പകുതിയോളം ടീമുകൾ പുതിയ കോച്ചിനെയും വെച്ചിട്ടാണ് ഈ സീസൺ കളിക്കാൻ വരുന്നത്. പുതിയ തന്ത്രങ്ങൾ, പുതിയ പ്രൊജക്റ്റുകൾ. അപ്പോൾ പോയ സീസണിൽ കണ്ട പോലെ നമ്മൾ കാര്യങ്ങളെ കാണണ്ട എന്നർത്ഥം. ടീമിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ചെയ്തു വരികയാണ്. ഇന്നലെ നമ്മൾ റാഫ് ടോക്സിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടീമിൻ്റെ വിശകലനം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു സ്ക്വാഡ് ഓഡിറ്റ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡ് ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മളത് ഒക്കെ അത്തരത്തിലുള്ള അനാലിസിസുകളൊക്കെ ഈ പോഡ്കാസ്റ്റിലേക്ക് മാറ്റുകയാണ്. എന്നാൽ നോക്കുക, ഏതൊക്കെയാണ് ഈ 9 ടീമുകൾ. ബേൺമൗത്ത് പുതിയ കോച്ച് വന്നു. ഇത്തവണ അവരെ പരിശീലിപ്പിക്കുന്നത് മാർക്കോ റോസാണ്. ചെൽസിക്ക് സാബി അലോൺസോയാണ്. റയൽ മാഡ്രിഡിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ സാക്ക് ചെയ്യപ്പെട്ട താരം കോച്ച് സാബി അലോൺസോ. ഇനി അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം കൂടിയുണ്ട്. ഫുൾഹാമിൻ്റെ കോച്ചായിട്ട് ആൽവരോ ആർബിലോവ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക്? ഫുൾഹാമിൻ്റെ കോച്ച് ആൽവരോ ആർബിലോവ നമ്മുടെ സാബി അലോൺസോയെ സാക്ക് ചെയ്തതിന് ശേഷം റയലിൻ്റെ ഇൻട്രിം കോച്ചായിട്ട് വന്ന ആർബിലോവയാണ്. രണ്ടുപേരും കട്ട ഫ്രണ്ട്സാണ്. രണ്ടുപേരും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 1 പരസ്പരം ഏറ്റുമുട്ടുന്ന അത്യപൂർവമായ കാഴ്ച. അതാ ഞാൻ പറഞ്ഞത്. ഓഗസ്റ്റ് 24 അർദ്ധരാത്രി 12:30 ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് 25 പുലർച്ചെ 12:30 ചെൽസിയും ഫുൾഹാമും തമ്മിൽ പ്രീമിയർ ലീഗിൽ ഏറ്റുമുട്ടുമ്പോൾ നേർക്ക് നേർ സാബി അലോൺസോയും ആൽവരോ ആർബിലോവയും. പിന്നെ ക്രിസ്റ്റൽ പാലസിന് കോച്ച് പിഴെ സെയ്ജ്. അതുപോലെ തന്നെ ഇപ്സ്വിച്ച് ടൗണിൻ്റെ പുതിയ കോച്ച് നമ്മൾ പറഞ്ഞു, ഗ്യാരി ഒനീൽ. ലിവർപൂളിന് അഡോണി ഇറോല. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എൻസോ മരസ്ക. ന്യൂക്യാസിലിൻ്റെ കോച്ചിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അത് മാത്യൂസ് ജെയ്സിലായിരിക്കും. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഒലിവർ ഗ്ലാസ്നർ. എന്തു പറയുന്നു? പകുതിയോളം കോച്ചുമാർ പുതിയ കോച്ചുമാരാണ്. 9 മാനേജേഴ്സ്. ഇങ്ങനെ ഇതിനു മുമ്പ് 9 പുതിയ കോച്ചുമാരൊക്കെ വെച്ചിട്ട് ഒരു സീസൺ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് 1946-47 ടോപ്പ് ഫ്ലൈറ്റ് സീസണിൽ അപ്പോഴാണ്. അതായത് പ്രീമിയർ ലീഗ് തുടങ്ങുന്നതിനൊക്കെ മുമ്പുള്ള ഇംഗ്ലീഷ് ലീഗിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതെന്ന് പറഞ്ഞാലോ ഫസ്റ്റ് ക്യാമ്പയിൻ ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറേ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ ന്യൂ മാനേജർമാർ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് 1888-89 കാലഘട്ടത്തിൽ ഇനാഗുറൽ സീസണിൽ. അത് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ മാനേജർമാരും പുതുതായിരിക്കുമല്ലോ ലീഗിൽ. അതല്ലാതെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതാ പറഞ്ഞ അത്യപൂർവമായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നോക്കുക, ഈ 9 കോച്ചുമാരുണ്ടല്ലോ, ഈ 9 കോച്ചുമാരിൽ 5 കോച്ചുമാർ ഇതിനു മുമ്പ് പ്രീമിയർ ലീഗിൽ ഒരു കളിയും മാനേജ് ചെയ്തിട്ടില്ല. ഇപ്പം മാരസ്കൊക്കെ നമുക്കറിയാം, നേരത്തെ മറ്റു ക്ലബിൻ്റെ ഒക്കെ കോച്ചായിരുന്നല്ല. അങ്ങനെയല്ലാതെ പ്രീമിയർ ലീഗിൽ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും പരിശീലകരാവാത്ത 5 കോച്ചുമാരുണ്ട്. റോസ്, അതുപോലെ തന്നെ അലോൺസോ, സെയ്ജ്, അർബിലോവ, ജെയ്സൽ. ഇനി ഹൾ സിറ്റിയുടെ സെർജി ജാക്രോവിച്ചിനെ കൂടി നമുക്കിതിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ 6 മാനേജർമാർ മാച്ച് ഡേ 1 പ്രീമിയർ ലീഗിൽ ഡെബ്യൂ നടത്താൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ റെക്കോർഡിനൊപ്പം എത്തുകയാണ്. 1995-96 2016-17 സീസണിലുമാണ് ഇങ്ങനെ ഇതിനു മുമ്പ് 6 മാനേജർമാർ മാച്ച് ഡേ 1 ഡെബ്യൂ നടത്തിയിട്ടുള്ളത്. 2016-17 പെപ് ഗാർഡിയോളൊക്കെ ഉണ്ടായിരുന്നു, നോക്കണം. അപ്പോൾ ഇവരിൽ പലരും പിന്നീട് പെപ്പൊക്കെ പിന്നീട് നീണ്ട കാലം അവിടെ നിന്നു എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണ്, ഈ പ്രീമിയർ ലീഗ് ബോസ്മാർ പുതുതായിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ള 19 ടീം. 20ാമത്തത് എന്തായാലും മാത്യൂസ് ജെയ്സിലെ കൂടി അങ്ങ് പെടുത്താം അല്ലേ, പക്ഷേ അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പറയാത്തത്. ബാക്കിയുള്ള 19 ടീമുകളുടെ കോച്ചുമാർ എത്ര കാലമായി ഇവിടെ അവർ കോച്ചുമാരായിട്ടുള്ളതാണ്. മൈക്കൽ ആർട്ടിറ്റയാണ് ഏറ്റവും കാലപ്പഴക്കമുള്ള ടെണർ ഇപ്പോൾ അവിടെ വഹിക്കുന്ന ആൾ. അദ്ദേഹം ആഴ്സണലിൻ്റെ കോച്ചായിട്ട് 2019 ഡിസംബർ 22 വന്നത്. അപ്പോൾ 6 കൊല്ലവും 225 ദിവസവുമാണ് ഇന്നത്തേക്ക് ആയിട്ടുള്ളത്. അതേസമയം രണ്ടാമത് വരുന്ന ആരാന്നറിയോ? ഉനായി എമറിയാണ്. ആസ്റ്റൺ വില്ലയുടെ ഉനായി എമറി 2022 നവംബർ 1 അദ്ദേഹം കോച്ചായിട്ട് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ 3 വർഷവും 276 ദിവസവുമായി കോച്ചായി അദ്ദേഹം ആസ്റ്റൺ വില്ലയിലുണ്ട്. മൂന്നാമത്തത് ഡാനിയൽ ഫാൾക്കാണ്. അദ്ദേഹം ലീഡ്സ് യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് വരുന്നത്
2023 ജൂലൈ 4-നാണ്. 3 വർഷവും 31 ദിവസവുമായി എന്നർത്ഥം. 4-മത് ബ്രൈറ്റൻ്റെ ഫാബിയൻ ഹേഴ്സ്ലറാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ 2024 ജൂൺ 15-നാണ് അദ്ദേഹം കോച്ചായിട്ട് വരുന്നത്. 2 വർഷവും 50 ദിവസവുമായി എന്നർത്ഥം. അടുത്തത് സണ്ടർലൻഡിൻ്റെ കോച്ച് റെജിസ്ലെ ബ്രിസാണ്. അദ്ദേഹം 2024 ജൂലൈ 1-നാണ് കോച്ചായിട്ട് വരുന്നത്. 2 വർഷവും 34 ദിവസവുമാണ് അദ്ദേഹം കോച്ചായിട്ട്. അടുത്തായിട്ട് വരുന്നത് ഫ്രാങ്ക് ലംപാർഡാണ്, കവൻട്രി സിറ്റിയുടെ കോച്ച്. ഫ്രാങ്ക് ലംപാർഡ് 2024 നവംബർ 28-നാണ് കോച്ചായിട്ട് വരുന്നത്. 1 വർഷവും 249 ദിവസവുമായി എന്നർത്ഥം. തൊട്ട് പിന്നാലുള്ളത് ഡേവിഡ് മോയിസ് ആണ്, എവേർട്ടൻ്റെ കോച്ച്. അദ്ദേഹം വീണ്ടും അവിടെ കോച്ചായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത് 2025 ജനുവരി 11-നാണ്. 1 വർഷവും 205 ദിവസവുമായി. ഈ 8-മത്, ഇനി ഈ ടണറിൽ ലോങ്ങസ്റ്റ് ടണർ 8-മതായിട്ട് വരുന്നുള്ളത് സെർജി ജാക്രോവിച്ച് ആണ്. അദ്ദേഹം ഇപ്പം അവിടെ കോച്ചായിട്ട് വന്നിട്ട് 11 അതായത് ജൂൺ 11-നാണ്, 2025 ജൂൺ 11-നാണ്. 1 വർഷവും 54 ദിവസവുമായി എന്നർത്ഥം. അടുത്തത് ബ്രെൻഫോർഡിൻ്റെ കോച്ചാണ് കീത്ത് ആൻഡ്രൂസ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ജൂൺ 25, 2025-നാണ് അവിടെ കോച്ചായിട്ട് വരുന്നത്. 1 വർഷവും 40 ദിവസവുമാണ് അദ്ദേഹം അവിടെ കോച്ചായിട്ട് വന്നിട്ടുള്ളത്. 10-ാം സ്ഥാനത്തേക്ക് വരുന്നത് മൈക്കൽ കാരിക്കാണ്. അതാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരിക്കൊക്കെ എപ്പോഴാണ് കോച്ചായിട്ട് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മൈക്കൽ കാരിക്ക് 10-ാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വളരെ കുറഞ്ഞേ ആയിട്ടുള്ളൂ. മൈക്കൽ കാരിക്ക് 2026 ജനുവരി 13-നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് വരുന്നത്. വെറും 203 ദിവസമേ ആയിട്ടുള്ളൂ അദ്ദേഹം യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് വീണ്ടും എത്തിയിട്ട്. 11-ാം സ്ഥാനത്ത് റോബർട്ടോ ഡിസെർബി ആണ്. റോബർട്ടോ ഡിസെർബി ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ കോച്ചായിട്ട് 2026 മാർച്ച് 31-നാണ് വരുന്നത്. വെറും 126 ദിവസമേ അദ്ദേഹം കോച്ചായിട്ട് അവിടെ ഇപ്പോൾ എത്തിയിട്ടായിട്ടുള്ളൂ. തൊട്ട് പിന്നാലുള്ളത് മാർക്കോ റോസ് ആണ്. മാർക്കോ റോസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജൂൺ 26, 2026 ജൂൺ 1, ഓക്കെ, ഈ ജൂൺ 26 2026 ജൂൺ 1-നാണ് അദ്ദേഹം കോച്ചായിട്ട് വരുന്നത്. 64 ദിവസമാണ് അദ്ദേഹം കോച്ചായിട്ടായിട്ടുള്ളൂ. പിന്നെ വരുന്നത് ലിവർപൂളിൻ്റെ കോച്ചാണ് അഡോണി ഇറോള. അദ്ദേഹം അവിടെ കോച്ചായിട്ട് വന്നത് ജൂൺ 4, 2026-നാണ്. 61 ദിവസമാണ് അദ്ദേഹം കോച്ചായിട്ട് വന്നിട്ട്. പിന്നുള്ളത് പിഴേ സേജാണ്. അദ്ദേഹം ജൂൺ 15, 2026-നാണ് കോച്ചായിട്ട് വരുന്നത്. 50 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ ഗാരി ഒനീൽ നമ്മൾ പറഞ്ഞല്ലോ, പുതുതായിട്ട് അദ്ദേഹം ഇപ്സ്വിച്ച് ടൗണിൻ്റെ കോച്ചായിട്ട് വന്നിട്ട് വെറും 42 ദിവസമേ ആയിട്ടുള്ളൂ. എൻസോ മാരേസ്ക മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചായിട്ട് വന്നിട്ട് ഇപ്പം 36 ദിവസമേ ആയിട്ടുള്ളൂ. ജൂൺ 29-നാണ് അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. സാബി അലോൺസോ ചെൽസിയുടെ കോച്ചായിട്ട് വന്നിട്ട് 34 ദിവസം. ഒളിവർ ഗ്ലാസ്നർ അവിടെ കോച്ചായി വന്നിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കോച്ചായി വന്നിട്ട് 29 ദിവസം. ആൽവരോ ആർബിലോവ ഫുൾഹാമിൻ്റെ കോച്ചായി വന്നിട്ട് 28 ദിവസം. അപ്പോൾ ഇത്രയായിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പുതുതായിട്ട് കോച്ചുമാരായിട്ട് വന്നതാണ് അധികം പേരും. എന്ന് പറയുന്നതിന് മുമ്പ് വേറെ എവിടെയും കോച്ചായിട്ടില്ല എന്നല്ല, ഈ ടീമിനെ ഏറ്റെടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പ്രൊജക്റ്റുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതാണ്. ഇപ്പോൾ മാർക്കോസ് റോസ് ഇതുവരെ ബേൺമൗത്തിൻ്റെ ഒരു മത്സരം പോലും അദ്ദേഹം ഓവർസീ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒറ്റ ഒഫീഷ്യൽ മത്സരം പോലും അദ്ദേഹം ഓവർസീ ചെയ്തിട്ടില്ല. അപ്പോഴേക്കും അദ്ദേഹം 12th ലോങ്ങസ്റ്റ് സെർവിങ് മാനേജറാണ് ഇത്തവണത്തെ പ്രീമിയർ ലീഗിൽ. പക്ഷേ ഒരു കളി പോലും അദ്ദേഹം മാനേജ് ചെയ്തിട്ടില്ല. മൈക്കൽ കാരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായി വരുന്നത് ഈ വർഷം ജനുവരിയിലാണ്. എന്നിട്ട് അദ്ദേഹം ഓൾറെഡി 10th ലോങ്ങസ്റ്റ് സെർവിങ് കോച്ചാണ് ഇത്തവണത്തെ പ്രീമിയർ ലീഗിൽ. എന്നൊക്കെ വെറും 5 മാനേജർമാരാണ് 2 ഫുൾ സീസണെങ്കിലും കംപ്ലീറ്റ് ചെയ്തവരായിട്ട് ഇപ്പോൾ ഈ ഒരു സീസണിലുള്ളത്. അതായത് ആ ക്ലബ്ബുകളിൽ അവരുടെ ക്ലബ്ബുകളിൽ 2 ഫുൾ സീസണുകളെങ്കിലും കംപ്ലീറ്റ് ചെയ്ത 5 കോച്ചുമാരേ ഉള്ളൂ. മൈക്കൽ ആർട്ടിറ്റ, ഉനായി എമറി, ഡാനിയൽ ഫാൽക്ക്, ഫാബിയൻ ഹെസ്ലർ, അതുപോലെ റെജിസ്ലെ ബ്രിസ്, ഇവർ മാത്രമാണ് 2 ഫുൾ സീസണുകളെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാര്യം വളരെ കൃത്യമാണല്ലോ, എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രീമിയർ ലീഗിൻ്റെ പ്രത്യേകത. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം,
പ്രീമിയർ ലീഗിലെ ഹെവി വെയ്റ്റുകളായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ചെൽസി ആ ഇവരൊക്കെ പുതിയ മാനേജർമാരെ വെച്ചിട്ടാണ് ഇത്തവണ വരുന്നത്. അത്രമാത്രം മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഹിസ്റ്ററി സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ പുതുതായിട്ട് കോച്ചുമാരായിട്ട് വന്നിട്ടുള്ളവർ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫസ്റ്റ് സീസണിൽ തന്നെ കിരീടം ചൂടിയിട്ടുണ്ടോ? അങ്ങനെയുള്ളത് 7 മാനേജർമാരാണ് ഫസ്റ്റ് സീസണിൽ തന്നെ ഒരു ക്ലബ്ബിൽ കിരീടം ചൂടിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അങ്ങനെ നമ്മൾ കണ്ടത് ആരെയാണെന്നറിയോ? ആർനെ സ്ലോട്ടിനെയാണ് 2024-25 ലിവർപൂളിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അടുത്ത 12 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കോച്ച് സ്ഥാനം തെറിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈവൻ പ്രീമിയർ ലീഗ് കിരീടം ചൂടി എന്നുള്ളത് പോലും ജോബ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നല്ല എന്നർത്ഥം. ഇതവണ പുതിയ പ്രൊജക്റ്റുകളും പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമായിട്ട് ഒരു പിടി പരിശീലകരെത്തുകയാണ്. ആരാധകരും ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന സീസണാണ്. എന്ത് സംഭവിക്കും? കാത്തിരുന്ന് കാണാം. കൂടുതൽ അനാലിസിസുകളുമായി നമുക്ക് വീണ്ടും കാണാം.